ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ ബഹ്റൈനിലുള്ള വെസ്ട്രിഫയിലെ ബാദുഷയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സ്നാക്സ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് എന്തൊക്കെയുണ്ടെന്നല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ പഴംപൊരി വാങ്ങിയിട്ടുണ്ട്, പിന്നെ പരിപ്പ് വട, പിന്നെ ഇലയട, പിന്നെ പഴം കൊണ്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പഴം കൊണ്ടുള്ള ബോണ്ടയുണ്ട്, പഴം കൊണ്ടുള്ള കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ ചിക്കൻ കൊണ്ടുള്ള ചിക്കൻ റോളുണ്ട്, പിന്നെ കൂടെ ഒരു ലഡു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യൽസ്. ഓരോ ദിവസവും ഓരോരോ സ്പെഷ്യൽസാണ് കേട്ടോ, എന്നും ഒരേ ഐറ്റം ഉണ്ടാവില്ല. പിന്നെ ഇലയുടെയും പഴംപൊരി എന്നും ഉണ്ടാവും. പിന്നെ ചില ദിവസങ്ങളിൽ ഉള്ളിവടയും ഉണ്ടാവാറുണ്ട്, മിക്ക ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതുണ്ടോ, നിറയെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നോർമൽ ഇലയുടെ അരിപ്പൊടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്, അതിനേക്കാളും ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റും ഹെൽത്തി. അടുത്ത് ട്രൈ ചെയ്ത നമ്മുടെ പരിപ്പ് വട നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴംപൊരി ആണെങ്കിൽ അതും പറയേണ്ട, നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റാണ്. പഴംപൊരിയിൽ അധികം എണ്ണയൊന്നുമില്ല കേട്ടോ, നല്ല എള്ളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ബനാന കട്ട്ലറ്റാണ് കേട്ടോ. ബനാന കട്ട്ലറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നോർമൽ കട്ട്ലറ്റിൽ നിന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കട്ട്ലറ്റിൽ നിറയെ തേങ്ങ കൊത്തൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. നല്ല അവലുണ്ട്, പഴമുണ്ട്, തേങ്ങയുണ്ട്, സേമിയ, അടിപൊളി സൂപ്പർ. നമ്മുടെ നോർമൽ ലഡു അല്ല കേട്ടോ, ഇത് വലിയ ലഡുവാണ്, കൊള്ളാം. ഇനി അടുത്തത് നമ്മൾ ചിക്കൻ റോളാണ് കേട്ടോ കഴിച്ച് നോക്കാൻ പോകുന്നത്. ചിക്കൻ റോള് നല്ല മസാലയായിരുന്നു, പോരാത്തതിന് നമ്മുടെ ചിക്കൻ പീസ് നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു, അതും നന്നായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ബനാന ബോണ്ടയാണ് കേട്ടോ. നമ്മുടെ ബനാന കട്ട്ലറ്റിൻ്റെ അകത്തുള്ള സെയിം ഫില്ലിങ്സ് തന്നെയായിരുന്നു ബനാന ബോണ്ടയ്ക്ക്. അപ്പോൾ ഈ സ്നാക്സ് എല്ലാം വെറും 100 ഫിൽസാണ് കേട്ടോ, ഓരോന്നിനും 100 ഫിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാദുഷയിൽ ചായക്കടി കൂടാണ്ട് പൊതിച്ചോറ്, പൊതി ബിരിയാണി, കിഴി പൊറോട്ട, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് വെസ്ട്രിഫയിൽ സമാൽദീരയുടെ തൊട്ടടുത്തായിട്ട്.